ശരിക്കും എന്തിനാണ് ടാറ്റു അടിക്കുന്നത്? അല്ല, എന്താണ് അതിന്റെ ഒരു രീതികൾ? അതെനിക്ക് തോന്നുന്നു എന്നെക്കാളും നന്നായിട്ട് അനിരുദ്ധ് പറയും. അനിരുദ്ധ് എന്താണ് ടാറ്റു ചെയ്തെന്ന് പറഞ്ഞോളൂ. ഞാൻ ടാറ്റു അടിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു കൾച്ചറൽ റെപ്രസെന്റേഷൻ ആയിട്ടാണ്. എൻ്റെ ഒരു ടാറ്റു വന്നിട്ട് ഗീതോപദേശവും അടുത്ത ടാറ്റു വന്നിട്ട് തയ്യവും മിക്സ് ആണ്. അപ്പം ഞാൻ വിദേശത്തായതുകൊണ്ട് കയ്യിലൊരു കൾച്ചറൽ ടാറ്റു അടിക്കുന്നത് നല്ലതാണ്. അതായത് എല്ലാവരും വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൾച്ചർ പറയാൻ പറ്റും. ചിലപ്പോൾ കുട്ടികളുടെ ഫോട്ടോ ആയിരിക്കാം, അച്ഛനമ്മമാരുടെ ഫോട്ടോ ആയിരിക്കാം, മരിച്ചുപോയ നഷ്ടപ്പെട്ട ആരുടെയെങ്കിലും ഫോട്ടോസൊക്കെ ചെയ്യുന്നവരുണ്ട്. അവരുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് അവരുടെ ഓർമ്മയ്ക്കായിട്ടിരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളുടെ ഫോട്ടോ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല രീതിയിലുള്ള എക്സ്പ്രഷൻസ് ആണ് ടാറ്റു. പിന്നെ ഹെൽത്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് ഡിസീസ് കാര്യങ്ങളുള്ളവർക്ക്, അല്ലെങ്കിൽ സ്കിൻ അലർജീസ് ഉള്ളവർക്ക്, അതേപോലെ മെഡിസിൻസ് എന്തെങ്കിലും എടുക്കുന്ന ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക്, ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നവർക്ക്, ഇവർക്കൊന്നും ടാറ്റു ചെയ്യാൻ പാടില്ല. ഹൈജീൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ടാറ്റു ചെയ്യുക എന്ന് പറയുന്നത് സ്കിന്നിൽ സ്കാർ ചെയ്തിട്ടാണ് ഈ ഇങ്ക് നമ്മുടെ സ്കിന്നിൻ്റെ സെക്കൻഡ് ലെയറിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വൂണ്ട് പോലെ തന്നെയാണ്. ഇൻഫെക്ഷൻ ചാൻസസ് ഒക്കെ വളരെ ഹൈ ആയിട്ടുള്ളൊരു ആർട്ട് ഫോം ആണത്. ഇപ്പോൾ റോഡിലൊക്കെ സൈഡിലൊക്കെ ഇരുന്ന് പല ആളുകളൊക്കെ ഇപ്പോഴും ടാറ്റു ചെയ്യുന്നുണ്ട്. നമ്മളുടെ നാട്ടിൽ തന്നെ പല ആൾക്കാരും വളരെ ധൈര്യത്തോടു കൂടി കൈവച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹൈ റിസ്ക് ആണിത്. ശരിക്കും നമ്മൾ ടാറ്റു എന്ന രീതിയിൽ ചെയ്യുമ്പോൾ ഹൈജീൻ ആവുക എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ടാറ്റു നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് സേഫ് ആയിരിക്കണം, യൂസ് ചെയ്യുന്ന മെത്തേഡ് സേഫ് ആയിരിക്കണം. ഓരോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് റീയൂസ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട്, അതായത് മെഷീനും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഓരോ ക്ലയൻറ്റിന് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ക്ലയൻറ്റിലേക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ റീയൂസ് ഇല്ലാത്ത ഐറ്റംസ് ഉണ്ട്, അതായത് നീഡിൽ, ഇങ്ക് ടിപ്പ്, ഗ്ലൗസ്, ഇങ്ക് ക്യാപ്പ്, ഇങ്ങനെയുള്ളതൊക്കെ സിംഗിൾ ടൈം യൂസ് ആണ്. ഒരു ക്ലയൻറ്റിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ടൈം, അതായത് ആളുടെ വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ബയോ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരുപാട് കമ്പനീസൊക്കെ ഉണ്ട്. അവരുമായിട്ട് നമ്മൾ ടൈപ്പായി അവർ ത്രൂ ആണ് ഇത് ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള കുറേ ലീഗൽ ഫോർമാലിറ്റീസ് ഇതിലുണ്ട്. ഹൈജീനായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മെറ്റീരിയൽസിൽ ഹൈജീൻ തിങ്ങും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നീഡിൽ എവിടെ നിന്ന് എടുക്കുന്നു, നീഡിലിൻ്റെ എക്സ്പയറി ഡേറ്റ്, ഇങ്കിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഒരാളുടെ ബോഡിയിൽ ടാറ്റു ചെയ്യുമ്പോൾ അവരും റിസ്ക് എടുക്കുകയാണ്, നമ്മളും റിസ്ക് എടുക്കുകയാണ്. അത് നമ്മളൊരു സർജറി ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽസൊക്കെ നല്ല രീതിയിൽ ഹൈജീനായ സ്ഥലത്ത് മാത്രം ആളുകൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ എല്ലാവരും പറയുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിൽ പോലും ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ഐഡിയസ് ഇല്ലാത്തത് കൊണ്ട് പല സ്ഥലത്തും കൈവച്ച് കൊടുക്കുക, ഇൻഫെക്ഷൻ ആവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. വർക്ക് സെലക്ട് ചെയ്യുന്ന ക്ലയൻസിനും ഉണ്ട് ഒരു ഇമ്പോർട്ടൻസ്. അവർ ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ബോഡിയിലൂടെ ടാറ്റു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫായിട്ട് കണക്റ്റഡ് ആവുന്നതോ എൻ്റെ ഇമോഷൻസോ എൻ്റെ പാഷനായിട്ടോ കണക്റ്റഡ് ആവുന്ന എന്തെങ്കിലും ആണെങ്കിൽ മാത്രമാണ് എനിക്ക് നാളെ റിഗ്രറ്റ്സ് ഉണ്ടാവാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് ചെയ്തു, ഓക്കെ കാണാൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 ദിവസം കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ഒരു ഹൈപ്പ് സാറ്റിസ്ഫാക്ഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തോന്നും, റിഗ്രറ്റ്സ് തോന്നും, വേണ്ടിയിരുന്നില്ല, ഇതിന് നല്ലത് വേറെ ഏതെങ്കിലും എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഡിസൈൻ സെലക്ട് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടാറ്റു ചെയ്ത് കൊടുക്കുന്ന ആർട്ട് എന്നുള്ളത്, ആർട്ടിസ്റ്റിൻ്റെ ആർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ തന്നെ ഡിസൈൻ സെലക്ട് ചെയ്യുന്ന ക്ലയൻറ്റിൻ്റെ ആ ഒരു സെലക്ഷൻ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടാറ്റു ചെയ്യുമ്പോൾ ഇതിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഹെൽത്തി ആയിരിക്കണം ആൾ ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ 18+ ആയിരിക്കണം, 18 വയസ്സിൽ താഴെ നമ്മൾ ചെയ്യാറില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാറ്റു സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ഒരു കപ്പാസിറ്റി അവർക്ക് ആയിട്ടുണ്ടാവില്ല. പെർമനൻ്റ് ആണല്ലോ, നാളെ പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് ഇത്തിരിയോടെ പെർഫെക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ 18+ ഉള്ളവർക്കേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഹെൽത്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് ഡിസീസ് കാര്യങ്ങളുള്ളവർക്ക്, അല്ലെങ്കിൽ സ്കിൻ അലർജീസ് ഉള്ളവർക്ക്, അതേപോലെ മെഡിസിൻസ് എന്തെങ്കിലും എടുക്കുന്ന ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക്, ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നവർക്ക്, ഇവർക്കൊന്നും ടാറ്റു ചെയ്യാൻ പാടില്ല. നമ്മൾ ഹെൽത്തി ആയിരിക്കുക. വൂണ്ട് വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് ഹീലാവുന്ന ഒരു കണ്ടീഷൻ ഉള്ളവർക്ക് ടാറ്റു ചെയ്യാം. അല്ലാത്ത എല്ലാവരും തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. അലർജിക് ആയിട്ടുള്ളവർ ചെയ്യരുത്. സ്കിൻ അലർജി ഉള്ളവർ, റാഷസ് വരുന്നവർ, കോസ്മെറ്റിക്സ് അലർജീസ് ഉള്ളവർ, ഇങ്ങനെയുള്ളവരൊന്നും ടാറ്റു ചെയ്യാൻ പാടില്ല. നമ്മൾ ടാറ്റു ചെയ്യുമ്പോൾ ഫസ്റ്റ് ടാറ്റുവിന് വരുമ്പോൾ എല്ലാവരും ചോദിക്കും, ടാറ്റു ചെയ്യുമ്പോൾ ചോദിക്കും, ഫസ്റ്റ് ടാറ്റു ആണെന്നുണ്ടെങ്കിൽ ചെറുത് ചെയ്യാൻ പറയും. അതിന് മെയിൻ റീസൺ ഈ അലർജിയുടെ കാര്യത്തിന് കൊണ്ടല്ല. കാരണം ടാറ്റു ഡിസിഷൻ മേക്കിംഗ് ആദ്യം പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ ടാറ്റു ചിലപ്പോൾ നമ്മളുടെ എന്താ പറയുക, ആദ്യത്തെ ഒരു സന്തോഷത്തിലും സെലക്ഷൻ ചിലപ്പോൾ റോങ് ആയി പോയാൽ, വലിയ ടാറ്റു ആണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് കവറപ്പ് ചെയ്യാൻ മാറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും, നമുക്കത് വേണമെങ്കിൽ അതിനപ്പുറത്ത് വേറൊരു വലിയ ടാറ്റു ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ടാറ്റു ചെറുതായിട്ട് ഉള്ളത് ചെയ്യാന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ തിങ്, നമുക്ക് അലർജീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല, ഹെൽത്തിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. എന്നിരുന്നാലും ചെറിയ ടാറ്റു ആണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും കൈൻഡ് ഓഫ് അലർജീസോ കാര്യങ്ങളോ വന്നാലും നമുക്ക് ട്രീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാനും നല്ല എളുപ്പത്തിൽ കഴിയും.
ഇപ്പോൾ ഈ 10 കൊല്ലം കൊണ്ട് ഞാൻ ഇതുവരെ ആർക്കും തന്നെ ഇൻഫെക്ഷൻസോ അലർജീസോ കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല. എല്ലാവരും തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുകയും പിന്നീടാണെങ്കിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സ്കിന്ന് റിയാക്ഷൻസ് കാണിക്കുന്ന ചെറിയ ഇച്ചിങ് വരുന്ന അല്ലെങ്കിൽ പിമ്പിൾസ് വരിക ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു തിങ്ങാണ്. എങ്കിലും 1000-ൽ ഒരാൾക്ക് എന്നുള്ള ലെവലാണ് കേട്ടോ. കോമൺ എന്ന് പറയുമ്പോൾ അതും പറയണം. 1000-ൽ ഒരാൾക്ക് എന്നുള്ള ലെവലിലൊക്കെയാണ് അങ്ങനെ വരുന്നത്. അത് 2 രീതിയിൽ വരാം. ആ ഇങ്ക് നമ്മൾ ശരിക്കും പറഞ്ഞൊരു ഫോറിൻ പാർട്ടിക്കിൾ എന്നുള്ള ലെവലിൽ അത് സ്കിന്നിലേക്ക് കയറുന്നതാണല്ലോ. അതിൻ്റെ ബോഡി റിയാക്ഷൻ കാരണം ചിലവർക്ക് ചിലപ്പോൾ ഇച്ചിങ് കാണാറുണ്ട്, അതിൽ ചിലപ്പോൾ ചെറിയ പിമ്പിൾസ് വരാറുണ്ട്. അലർജി അല്ലെങ്കിൽ റിയാക്ഷൻ എന്നുള്ള രീതിയിൽ, ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിലൊന്നും വരാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹൈജീൻ ലെവൽ അത്രയും ശ്രദ്ധിക്കുന്നത്. മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ടാറ്റു ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്യുമ്പോഴാണെങ്കിലും ആൻറ്റിസെപ്റ്റിക് ലോഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ്. ടാറ്റു എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഈ ക്ലയൻറ്റിന് കൃത്യമായിട്ട് എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടാണ് വിടുന്നത്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താലാണ് നമ്മൾ എത്രത്തോളം ടാറ്റു മെറ്റീരിയൽസിൽ ആർട്ടിസ്റ്റിലും ശ്രദ്ധിക്കുന്നു അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടാറ്റു ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് 7 ഡേയ്സ് ഹീലാവുന്നത് വരെയുള്ള ടേക്ക് കെയറിങ് പ്രോസസ്സും വരുന്നത്. 7 ഡേയ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ടും ശരിക്കും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്കിലും 7 ഡേയ്സ് ആണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആ ഹീലിംഗ് ടൈം എന്നുള്ളത് ആ സമയമാണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു കസ്റ്റമൈസ്ഡ് ടാറ്റു ആണ്. ഇദ്ദേഹം ഒരു റെഫറൻസ് എനിക്ക് കാണിച്ചു തന്നിരുന്നു. ആ ടാറ്റുവിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തി 2-3 പിക്ചേഴ്സ് 2 വേറൊരു നെറ്റിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമ്മൾ കസ്റ്റമൈസ് കൂടെ ചെയ്തിട്ട് ആ ഒരു രീതിയിലേക്ക് മാറ്റി ചെയ്യുന്നതാണ്. ഏകദേശം ഇപ്പം നമ്മളൊരു പകുതിയോളം തീരാറായി. ഒരു സൈഡ് തീരുന്നു, ഇപ്പുറത്തെ സൈഡ് ഒരു തെയ്യമാണുള്ളത്, അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലൈൻ വർക്കും ഷെയ്ഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിൽ. ഓരോ പോർഷനായിട്ട് തീർത്ത് പോവുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം കളറിംഗ് ആണ് ഈ ഒരു സൈഡ് വരുന്നത്. അതെ, ഇത് ശരിക്കും നമ്മൾ ആദ്യം തന്നെ ഡിസൈൻ സിസ്റ്റത്തിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കും. കസ്റ്റമൈസ് ചെയ്തെടുത്തതിന് ശേഷം അത് പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണ്. പ്രിൻ്റ് ചെയ്ത് കൈക്ക് ആവശ്യമായ സൈസ് എത്രയാണെന്നുള്ളത് നോക്കി മെഷർ ചെയ്ത് അതിന് ആപ്റ്റാവുന്ന രീതിയിലേക്ക് ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത്. പ്രിൻ്റ് ചെയ്തിട്ട് സ്റ്റെൻസിലിംഗ് എന്ന് പറയും. അതായത് നമ്മളിത് ട്രേസ് ചെയ്തെടുക്കുന്ന പോലത്തെ തന്നെ ഒരു പ്രോസസ്സാണിത്. ഒന്നുമില്ല, നമുക്ക് മാനുവലി സ്റ്റെൻസിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് സ്റ്റെൻസിൽ പ്രിൻറ്റേഴ്സ് ഉണ്ട്. സ്റ്റെൻസിലായിട്ട് ഈ ബ്ലൂ കളർ വരുന്നത് അതൊക്കെ ഒരു കാർബൺ കോപ്പി പോലെ തന്നെയാണ്. അത് പ്രിൻറ്റ് ചെയ്യുന്ന മെഷീൻസും ഉണ്ട്. പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. നമുക്ക് മാനുവലി എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വേണം വരയ്ക്കാനെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നമുക്ക് വരച്ചെടുക്കാനും പറ്റും. അങ്ങനെ വരച്ചെടുത്തതാണ് നമ്മൾ കയ്യിൽ പ്ലേസ് ചെയ്യുന്നത്. പ്ലേസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്ന്, ആർട്ടിസ്റ്റിന് ഇതിന് എങ്ങനെയാണ് ലൈൻസ് കാര്യങ്ങൾ എവിടെ വേണം ഷെയ്ഡ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ കിട്ടാൻ. 2, ക്ലയൻറ്റിന് ഒരു ഐഡിയ കിട്ടും. ഇത് എന്തോരം വലുതുണ്ട്, എത്ര പൊസിഷൻ കവർ ആകും, ഇത് ഉദ്ദേശിച്ച സ്ഥലത്താണോ എന്നുള്ളത് അറിയാൻ പറ്റും. ഇത് കണ്ട് ക്ലയൻറ്റ് 100% ഓക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ടാറ്റുവിലേക്ക് കിടക്കുന്നത്. വരുത്താൻ പറ്റും. ഇത് ഇനി പറ്റില്ല, ഇതിപ്പോൾ പകുതിയായി കഴിഞ്ഞു. പക്ഷേ ആദ്യം സ്റ്റെൻസിൽ ഫിക്സ് ചെയ്ത് അതെ സ്റ്റെൻസിൽ ഫിക്സ് ചെയ്തിട്ട് കണ്ട് പറയുകയാണോ ഓക്കെ കുറച്ചും കൂടി നീക്കണം അല്ലെങ്കിൽ ഇത്തിരി വലുതാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തതിന് ശേഷം ആദ്യം പറഞ്ഞില്ലേ ക്ലയൻറ്റ് ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ടാറ്റുവിലേക്ക് കിടക്കുള്ളൂ. എൻ്റെ സജഷൻസ് പറയാമെന്നല്ലാതെ ഫൈനൽ ഡിസിഷൻ ഇരിക്കുന്ന ആളുടെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ വർക്ക് ചെയ്തു തുടങ്ങുന്നത്. അത് പല രീതിയിലുണ്ട്. ഇപ്പോൾ ഇതിലെന്ന് പറഞ്ഞൊരു സെമി റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റൈലാണ്. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു മുഖം വരുന്നത് കൊണ്ട്, ശിവൻ്റെ ഒരു മുഖം വരുന്നത് കൊണ്ട് അതിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്താ പറയുക, ഒരു ഫുള്ളി റിയലിസ്റ്റിക് ഇമേജ് എന്ന് പറയാൻ പറ്റില്ല. ഇത് സെമി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജാണ്. കുറച്ച് ലൈൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള പിക്ചറാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് തീർത്ത് പോവുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ താഴെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് ഫിനിഷ് ചെയ്ത് പോവുക ചെയ്യുന്നത്. ഇതൊരു കളർ വർക്കും കൂടെ വരുന്നത്. തെയ്യത്തിൻ്റെ പോർഷനിൽ നമുക്ക് റെഡും ഓറഞ്ചൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ടൈം എടുക്കും. സാധാരണ ഒരു ഗ്രേ വാഷ്, ഒരു ബ്ലാക്ക് ഗ്രേ കോമ്പിനേഷനിൽ ചെയ്യുന്നേക്കാളും കൂടുതലായിട്ടുള്ള സമയം എടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അതും ഡിപ്പെൻസ് ആണ്, ഓരോ ആർട്ടിസ്റ്റിനെ അപേക്ഷിച്ച് സമയം മാറാറുണ്ട്. എനിക്കിത് തുടങ്ങിയ സമയത്ത് ഒരുപാട് സമയം എടുക്കുമായിരുന്നു. ഇപ്പോൾ എനിക്കിതൊരു 4 മണിക്കൂർ 4.5 മണിക്കൂറിനകം തീർക്കാവുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ്ലി തന്നെ തീർക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഈ മെയ് ആകുമ്പോൾ ഞാൻ 10 ഇയേഴ്സായിട്ട് പ്രൊഫഷണലി ടാറ്റു ചെയ്യുകയാണ്. അപ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എനിക്കൊരു ക്യാൻവാസിലോ ഒരു ബുക്കിലോ പേപ്പറിലോ വരയ്ക്കാനുള്ള എൻ്റെ എബിലിറ്റി എന്താണോ അത് തന്നെയാണ് ഞാൻ സ്കിന്നിൽ വരയ്ക്കുന്നത്. സ്കിന്നിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ടാറ്റുവിങ് ആണ്. ആ ഒരു നീഡിൽ യൂസ് ചെയ്യുന്നു, ടാറ്റു ഗൺ യൂസ് ചെയ്യുന്നു എന്നതാണ്. പക്ഷേ ഔട്ട്പുട്ട് നമ്മുടെ ആർട്ട് അനുസരിച്ചിരിക്കും. നല്ല രീതിയിൽ എനിക്ക് വരയ്ക്കാൻ അറിയുമെങ്കിൽ നല്ല രീതിയിൽ എനിക്കൊരു ടാറ്റു ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ടെക്നിക്കാലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ്. അതായത് ഇപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വരയ്ക്കാൻ അറിയാവുന്ന, ആർട്ടിനെ പറ്റി ഒരു ഐഡിയ ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ പെൻസിൽ സ്കെച്ചസ് ഫോളോ ചെയ്യുന്നതെന്ന് വയ്ക്കാം. എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു ടാബ് കൊണ്ട് തരുന്നു, അതിൽ ഡിജിറ്റൽ സ്കെച്ച് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ആ ഡിജിറ്റൽ സ്കെച്ച് ചെയ്യുന്ന മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നത് എൻ്റെ മൈൻഡിലുള്ള ആർട്ടാണ് ആ ഡിജിറ്റൽ സ്കെച്ചായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സെയിം വേ തന്നെയാണ് ടാറ്റൂലും. എനിക്കിപ്പോൾ വരയ്ക്കാൻ അറിയാമെങ്കിൽ ഈ ഒരു മെത്തേഡ്, മെഷീൻ എങ്ങനെ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ നീഡിൽ എങ്ങനെ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും സ്കിന്നിൻ്റെ ഡെപ്തിങ്, ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഐഡിയ ആയതിനു ശേഷം എനിക്ക് ടാറ്റൂവിലും നല്ല ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാറ്റൂ ആർട്ട് എന്നുള്ള രീതിയിൽ ടാറ്റൂ ടെക്നിക്കാലിറ്റി പഠിച്ചു, പിന്നെ ആർട്ട് നമ്മൾ പതുക്കെ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കുകളും ചിലപ്പോൾ ക്ലയൻറ്റ് ഉദ്ദേശിക്കുന്ന ഒരു പെർഫെക്ഷനിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഫഷണൽ ലെവലിലാണ് ചെയ്യുന്നതെങ്കിൽ പതുക്കെ വരുന്ന ക്ലയൻറ്റ്സ് ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ ഇത് അത്ര ഞാൻ ഉദ്ദേശിച്ച പോലെ ആയില്ല എന്നുള്ളത് കൊണ്ട് വേറൊരാളെ നമുക്ക് സജസ്റ്റ് ചെയ്യില്ല. അതേപോലെ നമുക്ക് പതുക്കെ ക്ലയൻറ്റ് കുറയുന്നതും കാണാൻ പറ്റും. ഒരു ഹാപ്പി കസ്റ്റമറാണ് ശരിക്കും നല്ലൊരു ടാറ്റു ആർട്ടിസ്റ്റിൻ്റെ ബേസ് തിങ്.